ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ. ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ വാ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ. ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ വാ. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ദൈവത്തിൻ്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വെളിച്ചത്തിൽ നടക്കുക, വാക്കിംഗ് ഇൻ ദ ലൈറ്റ്. നമ്മുടെ ധ്യാനത്തിൻ്റെ കുറിവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദാറ്റ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് ഓൾ മാൻകൈൻഡ്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആമേൻ.
പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആമേൻ. ഇസ്രായേൽ ജനത സീനായ് പർവ്വതത്തിലെ കൂരിരുട്ടും കൊടുങ്കാറ്റും അനുഭവിച്ചപ്പോൾ അവർ ഭയചകിതരായ സമയത്തെ എബ്രാലേഖനം കർത്താവ് അനുസ്മരിക്കുന്നത് പുറപ്പാടിൻ്റെ ദിവസം 20-ാം അധ്യായം 18 മുതൽ 19 വരെ തിരുവചനത്തിലാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ സ്നേഹദാനമായ കൽപ്പനയുടെ മധ്യത്തിലും കൂരിരുട്ടായും ഭയപ്പെടുത്തുന്നതായും തോന്നി. ഇതിൻ്റെ കാരണം പാപം ചെയ്ത ജനമെന്ന നിലയിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ നിലവാരത്തിനൊത്തു ജീവിക്കുവാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നാം പലയിടത്തും കാണുന്നുണ്ട്, അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുക, വിശുദ്ധീകരിക്കുക എന്ന്. അവരുടെ പാപം അവരെ അന്ധകാരത്തിലും ഭയത്തിലും നടക്കുമാറാക്കി. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അതിൻ്റെ പശ്ചാത്തലമാണ്. എന്നാൽ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനമാണ്. But God is light and in him there is no darkness at all. ഹല്ലേലൂയ. നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. കർത്താവാകുന്ന വെളിച്ചത്തിൽ വരുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല. എബ്രായലേഖനം 12-ൽ സീനായി പർവ്വതം ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും നമ്മുടെ പഴയ ജീവിതമാകുന്ന അനുസരണക്കേടിനെയും പ്രതിനിധീകരിക്കുമ്പോൾ, സീനായി പർവ്വതം പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും വിശ്വാസികളുടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിലുള്ള പുതിയ ജീവിതത്തെ ആക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണേ. സഹോദരങ്ങളെ, യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യം. ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കാണ്. സ്തോത്രം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായിരിക്കണം. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മൾ മറ്റുള്ളവരുടെ അന്ധകാരം നീക്കാനായി വിളിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത്. കർത്താവിലൂടെ നമുക്ക് നമ്മുടെ പഴയ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ പുറത്താക്കിയിട്ട് തൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതിൻ്റെ ആനന്ദവും രാജ്യത്തിൻ്റെ മനോഹാരിതയും ആസ്വദിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഒരു ദൗത്യമുണ്ട്. ഒരാത്മാവിനെ നേടുക. അന്ധകാരത്തിൽ കിടക്കുന്ന, നാശകരമായ കുഴിയിൽ കിടക്കുന്ന ഒരാത്മാവിനെ ക്രിസ്തു ആകുന്ന പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം നമ്മൾ വായിച്ചു കേട്ടത്, ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ആര്? യേശുവിനെ അനുഗമിക്കുന്നവൻ. സ്തോത്രം. അപ്പം അതുകൊണ്ട് പ്രകാശത്തിൽ നടക്കാം. വാക്കിംഗ് ഇൻ ദ ലൈറ്റ്. ഈ ചെറിയ ചിന്തയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നെ അന്ധകാരത്തിൽ നിന്നും അങ്ങയുടെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി പറയുന്നപ്പ. നിത്യതയിലേക്ക് വെളിച്ചത്തിൽ നടക്കുന്നതിനായി അന്ധകാരത്തെ ഒഴിവാക്കാൻ എന്നെ സഹായിക്കണമേ.
എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെപ്പോലെ വിളങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോട് അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ പുതിയ വർഷത്തിൽ അവിടുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ പ്രകാശത്തിൽ നടക്കുവാനും അനേകരെ അങ്ങാകുന്ന പ്രകാശത്തിലേക്ക് ആകർഷിച്ചടിപ്പിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഒരനുഗ്രഹത്തിൻ്റെ വർഷമായി അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ അന്ധകാരത്തിൻ്റെ വഴിയെ പോകാതെ സ്വർഗീയ ശബ്ദം കേട്ട് പ്രകാശം കണ്ട് അങ്ങേ അനുഗമിക്കുന്ന മക്കളായി മാത്രം ജീവിക്കാൻ അവരെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശാരീരികമായി പ്രയാസമുണ്ടെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങയുടെ വെളിച്ചം കണ്ട് മുന്നോട്ട് ഓടുവാൻ അവരെ സഹായിക്കണം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. UK വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണം. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും ബീഹാറിനെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ദൈവമേ. അവിടെ ഞങ്ങളുടെ കലത്തിലുമാവും തുരുത്തിലെ എണ്ണയും പറ്റിപ്പോവാതെ അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, അവിടെ നൽകുന്ന എല്ലാ സ്വർഗീയ കൃപാവരങ്ങൾക്കായും ഭൗതിക നന്മകൾക്കുമായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം, എൻ രക്ഷകനെ അങ്ങിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം,
എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ അങ്ങിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ.